ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സുഖമാണ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ ബീനയുടെയും സ്നേഹയുടെയും വീടിൻ്റെ പാല് കാച്ചിന് പോവുകയാണ് കേട്ടോ. രാവിലെ ഇച്ചിരി എഴുന്നേൽക്കാനും താമസിച്ചു. ഞാൻ നല്ല ലേറ്റായിട്ടാണ് വന്ന് കിടന്നത്, അതുകൊണ്ട് താമസിക്കുകയും ചെയ്തു. രാവിലത്തെ ഫുഡ് ദോശയായിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. സർപ്രൈസായിട്ടാണ് ഞാൻ പോയത്. ഞാൻ സർപ്രൈസായിട്ട് ഒരിടത്ത് പോവാണ് കേട്ടോ. വേറെ എവിടെയല്ല, എൻ്റെ ഫ്രണ്ട് ബീനയുടെയും സ്നേഹയുടെയും വീടിൻ്റെ ഇന്ന് പാല് കാച്ചാണ് കേട്ടോ. അപ്പോൾ അത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടില്ല. അവരുടെ ഹസ്ബൻഡ്സിൻ്റെ ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചേട്ടൻ പോകുന്നുണ്ട് കേട്ടോ, കാരണം ചേട്ടൻ അവിടെ അത് ജോലി ചെയ്തതുകൊണ്ട് തന്നെ ചേട്ടൻ അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ അധികം ബന്ധുക്കളെയൊന്നും വിളിക്കാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഞാൻ വരുന്നില്ല, ഞാൻ വൈകുന്നേരം ജസ്റ്റ് വീട് കാണാൻ വേണ്ടി മാത്രം വരുന്നു എന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലില്ല. എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട്, ഞാൻ ഇന്നലെ രാത്രി 1 മണി വരെ അവിടെ ആയിരുന്നു. അവിടെ ജോലിയൊക്കെ ആയതുകൊണ്ട്, ചേട്ടനും ജോലി ആയതുകൊണ്ട് തന്നെ ഞാനും അവിടെ തന്നെയായിരുന്നു ഇന്നലെ രാത്രി 1 മണി വരെ. എന്നിട്ടാണ് വീട്ടിൽ വന്നത് കേട്ടോ. അപ്പോഴും വിളിച്ച് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നില്ല, ഞാൻ വൈകുന്നേരത്ത് വീട് കാണാൻ വേണ്ടിയിട്ട് വരാം എന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് അവിടെ പോവുകയാണ്. ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അവരുടെ എക്സ്പ്രഷനും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്നെ വിളിച്ച് ഞാൻ വരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, ചേട്ടൻ ഇപ്പോൾ വരുമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ പോവാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. സർപ്രൈസായിട്ട് പോവാണ്. എന്താകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെല്ലില്ലെന്നാണ് പറഞ്ഞത് അവരുടെ അടുത്ത്. പോവാം. ഞാനങ്ങ് എത്തിയപ്പോഴത്തേക്കും അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബീന എടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ആണ്, അതെനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഭയങ്കര സന്തോഷമായിട്ടാണ് ആ ഒരു ദിവസം നമ്മളെല്ലാവരും നിന്നത്. അവർക്ക് ഞാൻ ചെന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു അതിശയമായിരുന്നു കേട്ടോ. ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. എന്തായാലും പാല് കാച്ചി ചടങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫുൾ വീഡിയോ ഞാൻ ഈ വ്ളോഗിൽ ഇടുന്നുണ്ട്, എല്ലാവരും കാണുക. നമ്മുടെ ഈ സഹായം ബഹുരനാമത്തിലുള്ളത് അവനല്ലോ ആകാശത്തെയും 24-ാമത്തെ നമുക്ക് 23-ാമത്തെ പാട്ട് പാടാം. എന്നോടുള്ള സർവാദം പാട്ട് പാടി പ്രവേശിക്കണം. എന്നോടുള്ള സർവനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരായി. ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരായി. കൊണ്ടെൻ്റെ ഉള്ളം നന്നായി നിറയുന്നൻ സന്നാമോടെ സ്തുതി പാടിടുന്നേ. ദൈവമേ, ക്രിസ്തുമൂലം അവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി അങ്ങേക്ക് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ഇവിടെ താമസിക്കുന്ന അതിന്റെ മക്കൾ നിർഭയം വസിക്കുവാൻ കൃപ വേണമേ. യാക്കോബിന്റെ ബെഥേലിൽ സ്വർഗീയ ദർശനം നൽകി ആശീർവദിച്ച കർത്താവേ, ഇവരുടെ ഭവനത്തിന്റെ അടുക്കളയിൽ കർത്താവെ ആദ്യമായിട്ട് ആഹാരം പാകം ചെയ്ത് ആരംഭിക്കുന്നു. കർത്താവെ അതിന്റെ പ്രാരംഭമായിട്ട് കർത്താവെ പാലുകാച്ചിലുള്ള മറ്റു വിഷമതകളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒരു നാൾ വരട്ടാതെ വണ്ണം സ്വർഗീയ ദൂതന്മാരാൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിങ്ങൾക്ക് ആവശ്യമായ ആഹാരത്തിന് ആവശ്യമായ ഉപജീവനമാർഗ്ഗങ്ങൾ ദൈവമായ അധ്വാനങ്ങളിലൂടെ പ്രിയമക്കൾക്ക് ഓരോ നാളും ലഭിക്കാൻ സഹായിക്കണമേ. കർത്താവെ ഒരു നാളും യാതൊരുവിധമായ വിഷമതകൾ ഈ അടുക്കളയെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
അതറിയാതെ രണ്ടുപേരും ഇവിടെ നിൽക്കണേ. നിങ്ങൾ നിങ്ങളവിടെ ഭാവിയിൽ നമുക്ക് പ്രാർത്ഥനയുണ്ട്. എല്ലാവരും കാരണം ജീവിതങ്ങളാൽ ജോലികൾ ചെയ്ത എല്ലാ പണിക്കാരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പണിയുടെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തികമായ ആവശ്യങ്ങളെ തക്ക സമയം നൽകി നടത്തിയ കൃപയെ ഓർത്തു ഞങ്ങൾ തന്നെ നന്ദി പറയുന്നു. ഈ പണിയുടെ എല്ലാ രംഗങ്ങളിലും ഇവർക്ക് പലവിധമായ സഹായ സഹകരണം നൽകിയവരെയും ഞങ്ങൾ ഈ ദിവസം നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സുമോദേട്ടൻ്റെയും സുജിത്തിൻ്റെയും ചേട്ടൻ്റെ വീടാണ് കേട്ടോ. ആ ചേട്ടൻ്റെ വസ്തുവിൽ വെച്ച വീടാണ്. അപ്പോൾ ചേട്ടൻ്റെയും ചേട്ടൻ്റെ അച്ഛൻ്റെയും കല്ലറയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ആൻറ്റിക്കായിരുന്നാലും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ജോലിയൊക്കെ ചെയ്ത എല്ലാവർക്കും അവർ സ്നേഹോപകാരങ്ങളെല്ലാം കൊടുത്തു. പിന്നെ ബീനയാണ് അരിയൊക്കെ ഇട്ട് കാണും. ബീനയും സുമോദേട്ടനാണ് അവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ബീനയാണ് അരിയൊക്കെ ഇട്ടത്. അതിനുശേഷം അവർ ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെയും നിന്നു. അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ അന്നത്തെ ഫുഡ്. അപ്പോൾ ബീനയുടെ ആൻറ്റിയാണ് നിന്ന് വെള്ളമൊക്കെ തിളപ്പിച്ച് ഇത് ഈ പാല് തിളയ്ക്കുന്നത് വരെയും ബീനയുടെ സുമോദേട്ടൻ്റെ ആൻറ്റി കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സുമോദേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കുറേ നേരം എടുത്തു. പുതിയ അടുപ്പും പുതിയ കലമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടായിരുന്നു ഇത് പാല് തിളച്ച് വന്നത്. അതുപോലെ മഴ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂട്ടുണ്ടല്ലോ, ചൂട്ടും വിറകും എല്ലാം ഭയങ്കരമായിട്ടും തണുത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാലും കുറേ നേരത്തേക്ക് ശേഷം പെട്ടെന്ന് തന്നെ അത് ആയി കേട്ടോ. അപ്പോൾ എബിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പാല് കാച്ചിന് പോകുന്ന കാര്യം. അപ്പോൾ വീടൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബീനയും സ്നേഹയൊക്കെ അവൻ്റെ അടുത്തും പറഞ്ഞു പെട്ടെന്ന് വായോ നമുക്ക് വീടെല്ലാം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അവന്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബീനെ വീട്ടിലോട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ ഞാനും അതും കൊണ്ട് എടുത്തൊരു കുഞ്ഞ് വീഡിയോ ആണ്. അതിന് എപ്പോഴും പരാതിയാണ്, ഞാൻ അവൻ്റെ സംസാരത്തിൽ ഞാൻ വോയിസ് കൊടുക്കുന്നു, എന്താണ് ആൻറ്റി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാത്തതെന്നൊരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനെ ഇരുത്തി അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബീനയുടെയും സ്നേഹയുടെയൊക്കെ അല്ലാതെ അവർ വീട്ടിൽ നിൽക്കുന്നവർക്ക് സംസാരങ്ങളുണ്ടല്ലോ, സംസാരവും സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതും അടുത്തിന് ഉച്ചയ്ക്ക് എന്തോന്ന് വെക്കണം, ഇത് ഉച്ചവരെയുള്ള പരിപാടിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബിരിയാണിയൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോഴത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബിരിയാണി. പിന്നെ ഉച്ചത്തേക്കും രാത്രിത്തേക്കും നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്ന കുറേ വോയിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിലോട്ട് ഇടാത്തത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അവൻ സംസാരിക്കുന്ന ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കരമായിട്ട് വേറെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. ബീനയുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ വെക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാണ് പച്ചക്കറിയൊക്കെ അരിഞ്ഞത്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും അവർക്കൊരു സന്തോഷം ഉണ്ടാകും. ഞാൻ വരില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ ബന്ധുക്കൾ ആരും ഇല്ലായിരുന്നു കേട്ടോ. സുമോദേട്ടൻ്റെയും സുജിത്തിൻ്റെയൊക്കെ അടുത്ത പപ്പയുടെ അമ്മയുടെ അടുത്ത കുറച്ച് ബന്ധുക്കളും പിന്നെ ജോലി ചെയ്തവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കും അശ്വിനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പാല് കാച്ചി ടൈം വരാനായിട്ട്. അപ്പോൾ അശ്വിനിക്ക് വരാൻ പറ്റിയില്ല, ഞാനെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരത്ത് ജസ്റ്റ് വീട് കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നത്. പക്ഷേ ചേട്ടൻ പോയപ്പോൾ പിന്നെ എന്നെ കൂടെ വിളിച്ച് വായോ നിന്നെ വിളിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഞാനും കൂടെ വന്നു കേട്ടോ. ഭയങ്കര എല്ലാവരും ഒക്കെ ആയിട്ട് ഭയങ്കര ജോളി അടിച്ച് നിന്ന ഒരു ദിവസം കൂടെയാണ് കേട്ടോ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ സുമോദേട്ടൻ്റെ മാമൻ്റെ മകളും ഉണ്ടായിരുന്നു അവിടെ അടുത്ത്. അവളും ആയിട്ട് നല്ലൊരു കമ്പനിയായ ദിവസം കൂടെയാണ് കേട്ടോ. മുമ്പൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സുമോദേട്ടൻ്റെ അമ്മച്ചി മറ്റു സമയത്ത് നമ്മൾ ആ വീട്ടിൽ പോയപ്പോൾ കണ്ടുവെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിച്ച് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഒരുപാട് സംസാരിച്ചു. അങ്ങനെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കേട്ടോ. പിന്നെ അശ്വിനി വീഡിയോ കോൾ വിളിച്ചു. ഇതൊക്കെ ഉച്ച കഴിഞ്ഞു കേട്ടോ. അശ്വിനി വീഡിയോ കോൾ വിളിച്ചു. വീട് മൊത്തത്തിൽ അവൾക്കൊന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് വീടിനകമൊക്കെ മൊത്തത്തിൽ കാണുന്നത്. ഞാനും അവൾ അങ്ങനെ കണ്ടിട്ടില്ല ഇതിനകമൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം. നമ്മൾ പാല് കാച്ച ടൈമിൽ കാണാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ച് നോക്കി ഒന്നും പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ രാത്രി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചേരം ഞാൻ സിറ്റൗട്ടിലോട്ട് വന്നിരുന്നു കേട്ടോ. കാല് നല്ല വേദനയുണ്ടായിരുന്നു, രാവിലെ മുതലേ നിൽക്കുന്നതല്ലേ, അതിൻ്റെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതുപോലെ ഓരോ ആഘോഷവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എപ്പോഴും എനിക്കിങ്ങനെ അതുമായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കാനാണ് എനിക്കിഷ്ടം. ആ സമയം സത്യം പറഞ്ഞാൽ ഞാൻ വേദനയും കാര്യങ്ങളൊന്നും നോക്കാറില്ല കേട്ടോ. പിന്നീടായിരിക്കും നമുക്ക് വേദനയാണല്ലോ അസുഖമാണല്ലോ എന്നുള്ള കാര്യം പിന്നീട് അതിൻ്റെ വേദന വരുന്ന സമയത്തായിരിക്കും അറിയുന്നത് കേട്ടോ. ഇതുപോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അവർ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീട്ടിലും അത് വെക്കാം. പക്ഷേ എനിക്ക്
എനിക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കും, നമുക്ക് രണ്ടാമത്തൊരു നില വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെക്കാൻ എനിക്കിഷ്ടമാണ്. താഴത്തെ ആ ഒരു നിലയിൽ എനിക്കിങ്ങനെ നമുക്ക് താഴെ ഇരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ സുമോദേട്ടൻ്റെ ആൻറ്റി വന്ന സമയത്ത് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനും സ്നേഹയൊക്കെ നിന്ന് ചക്ക നന്നായിട്ട് അവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചായയൊക്കെ ആയിട്ട് എല്ലാവരും ചായ കുടിച്ചു. പിന്നീട് അത് സുജിത്തും സ്നേഹയും കൂടെ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഒരു ഫ്രിഡ്ജ്. അപ്പോൾ ഇതെടുത്ത് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജെല്ലാം ഓപ്പൺ ആക്കി വെച്ചു. പിന്നെ ആദ്യമായിട്ട് തന്നെ ഫ്രൂട്ട്സ് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ പാല് കാച്ചി ടൈമിൽ വീട്ടിൽ കയറിയപ്പോഴത്തേക്കും കൊണ്ടുവന്ന ഫ്രൂട്ട്സാണ്. അതൊക്കെ എടുത്ത് തന്നെ ആദ്യമായിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുകയും ചെയ്തു കേട്ടോ. നല്ല ഫ്രിഡ്ജാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറുത് നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ബീന തന്നെ വീടിനകമൊക്കെ ഒന്ന് അടിച്ചു വാരി, പിന്നെ അപ്പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം പാചകം ചെയ്യാനും എല്ലാത്തിനുള്ള സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചു കേട്ടോ. പിന്നീട് ചേട്ടനുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ചേട്ടനും മറ്റേ ജോമോനും സുരേഷ് ചേട്ടനൊക്കെ ഗിഫ്റ്റൊക്കെ അവർ വൈകുന്നേരത്താണ് കൊടുത്തത്. ആ ഒരു ടൈമിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊടുത്തോട്ടെ. ചേട്ടനും നല്ലൊരു ഷർട്ടിൻ്റെ തുണിയാണ്. ചേട്ടൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കുറേ നാളെ വിചാരിക്കുന്നു ഷർട്ടിൻ്റെ തുണി എടുത്ത് വയ്ക്കണമെന്ന്. അപ്പോൾ അതെന്തായാലും നടന്നു. പിന്നെ അപ്പുറത്തുള്ള കട്ടിലൊക്കെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സുജിത്ത് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചാണ്. ഇനിയിപ്പോൾ ഗൾഫിൽ പോയും ഇതുപോലെയൊക്കെ ജോലിയാണ്, നാട്ടിൽ വന്ന് ഫ്രീ ആയി നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ ജോലിയൊക്കെ എടുപ്പിക്കുന്നല്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫാൻ കിട്ടിയതൊരു ഫാൻ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഒന്നെടുത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് ജേണനും ജോമോനും കൂടെ നിന്നു. പിന്നെ ഇത് ബേബി ആൻറ്റി വന്ന സമയത്ത് കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ അത് അരിഞ്ഞ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ബീന കുറേ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ എല്ലാം കൂടെ ആയിട്ട് ഇപ്പോൾ രാത്രിയാണ് കേട്ടോ എടുത്തൊക്കെ വെച്ചത്. അപ്പോൾ ഭയങ്കര ആദോന് അടുത്തതെന്ത് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരായിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ, ഓരോ ഗിഫ്റ്റ് ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ഒരു ആഗ്രഹം തോന്നും. ഇതൊക്കെ കുറേയൊക്കെ നേരത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ കാണിക്കാത്തതും ഉണ്ടായിരുന്നു, മറന്നു പോകും കേട്ടോ അതൊക്കെ എടുത്ത് നോക്കാനായിട്ട്. അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം എടുത്തൊക്കെ നോക്കുവാണ്. അതിന് ഓരോന്ന് കാണിക്കുമ്പോഴും അവിടെ ഉണ്ട് എങ്കിൽ പോലും പുതിയത് കാണുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങിക്കണം എന്നാണ്. അതിന് മാത്രമല്ല, എല്ലാ പിള്ളേർക്കും അങ്ങനെയാണ് കേട്ടോ. കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ നമുക്കാണെങ്കിൽ പോലും തോന്നാതിരിക്കില്ലല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പോൾ അവൻ എല്ലാ ഗിഫ്റ്റും നോക്കുവാണ്. ഇവിടെ വെക്കണോ അതോ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആശാൻ. നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നവരെല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ പാല് കാച്ചി എന്ന രീതിയിൽ അങ്ങനെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ പേരൊക്കെ പിന്നെ പരാതി പറഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റാറ്റസും വീഡിയോസൊക്കെ എടുത്ത് വാട്സാപ്പ് ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് വീട് പാലുകാശിന് എന്താ വിളിക്കാത്തതെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ബീനയ്ക്ക് ഇപ്പോൾ സെപ്പറേറ്റ് വീട് വെക്കും, ആ സമയത്ത് നല്ല രീതിയിൽ തന്നെ പാലുകാച്ചൊക്കെ നടത്തും. അപ്പോൾ എല്ലാവരും വിളിക്കുമെന്ന് പറഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് വീട്ടിൽ അല്ലാതെ വെച്ച വീടാണല്ലോ, അപ്പോൾ അവർക്ക് ജസ്റ്റ് താമസിക്കാൻ വേണ്ടി വെച്ചതായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആരെയും വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞു. എന്നാലും എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ വരാത്തതിന്. ഇപ്പോൾ ബന്ധുക്കളാണെങ്കിൽ പോലും ആൻറ്റിമാരും വന്നു എന്നല്ല, അവരുടെ മക്കളോ അങ്ങനെ ബന്ധുക്കളോ അങ്ങനെയുള്ള ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ കൂടെ ജോലി ചെയ്തുകൊണ്ട് ഞാനും കൂടെ പോയി ഇന്ന് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും പറയും പാല് കാച്ചൊക്കെ നടത്തണമെന്ന് പറയുമ്പോൾ പോലും വേണ്ട, പാല് കാച്ചി നടത്തുന്നില്ല. അപ്പം നമ്മൾ പള്ളിയിൽ അച്ഛനെ വിളിച്ച് ജസ്റ്റ് പ്രാർത്ഥന നടത്തുന്നത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്നായിരുന്നു ഇത്രയും രീതിയിലൊന്നും നടത്താമെന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രി അവിടെ ഒരു 12:30 മണി വരെയൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കെന്ന് വെച്ചാൽ ജോലിയുടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ലേറ്റായിട്ടാണ് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ജോമോനും സുരേഷണനും ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സുരേഷണൻ്റെ കണ്ണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വയ്യാതെ നിൽക്കുന്നതല്ല കേട്ടോ. തലേ ദിവസം ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ വരെയും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം കാരണം ചേട്ടൻ ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ പോയി കിടന്ന് ഉറക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എഴുന്നേറ്റത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ രാത്രി ഒത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.